പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മതപരമായ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത് ഹിജറ കലണ്ടർ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. എന്നാൽ നമ്മുടെ പൊതുവായ മറ്റുള്ള ദൈനംദിന കാര്യങ്ങളെല്ലാം നാം ക്രമീകരിക്കുന്നതും അടയാളപ്പെടുത്തുന്നതെല്ലാം ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരവുമാണ്. ആ നിലക്ക് ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ പല ആളുകളും അവരുടെ ജീവിതം ഒന്നുകൂടെ കൃത്യമായി ചിട്ടപ്പെടുത്തുവാനും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഒന്ന് ശ്രദ്ധിക്കുവാനുമൊക്കെ തീരുമാനമെടുത്ത ആളുകളുണ്ടാകും. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഇഹപര വിജയത്തിന് നിദാനമായ നമ്മുടെ സൽക്കർമ്മങ്ങളെക്കുറിച്ചാണ് നാം ഏറ്റവും അധികം ഒരു പുനർവിചിന്തനം നടത്തേണ്ടത്. കാരണം നമ്മുടെ സൽക്കർമ്മങ്ങളാണ് നമുക്ക് യഥാർത്ഥത്തിൽ നല്ലൊരു ജീവിതം സമ്മാനിക്കുന്നത് എന്ന് ആമുഖമായി നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സൽക്കർമ്മങ്ങളെക്കുറിച്ച് കൃത്യമായി ഒരു ആത്മപരിശോധന നടത്തി പോരായ്മകൾ നികത്തി പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ 16-ാം അധ്യായം സൂറത്ത് നഹ്ലിൻ്റെ 97-ാമത്തെ ആയത്ത് നാം എല്ലാവരും കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മൻ അമില സ്വാലിഹൻ മിൻ സകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ. ഒരു ആണാവട്ടെ പെണ്ണാവട്ടെ, ആരെങ്കിലും താൻ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവനെ തീർച്ചയായും നാം ഒരു വിശിഷ്ടമായ ഒരു നല്ല ജീവിതം അവർക്ക് അല്ലാഹു സമ്മാനിക്കുന്നതാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന നല്ലൊരു ജീവിതമാണ്, നമ്മുടെ എല്ലാ രംഗത്തും കൃത്യമായ വിജയങ്ങൾ സമ്മാനിച്ച് വിശിഷ്ടമായ ഒരു ജീവിതമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഒരു കൃത്യമായ പരിഹാര മാർഗമായിക്കൊണ്ട് ആ ഒരു നല്ലൊരു ജീവിതം സമ്മാനിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മൻ അമില സ്വാലിഹൻ മിൻ സകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ. ഒരു സത്യവിശ്വാസിയായിക്കൊണ്ട് ഈമാനോടുകൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിശിഷ്ടമായ ഒരു ജീവിതം അവരെ ജീവിപ്പിക്കുന്നതാണ്. ഈ ആയത്തിൽ ഹയാത്തുൻ ത്വയ്യിബ, നല്ല ഒരു ജീവിതം എന്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഹിയ റിസ്ഖുൽ ഹലാലു വൽ ഇബാദത്തു ഫിദ് ദുനിയാ. അത് അവർക്ക് ഹലാലായ റിസ്ഖും അതോടൊപ്പം തന്നെ ദുനിയാവിൽ കൃത്യമായ ഇബാദത്ത് ചെയ്യുവാനുള്ള തൗഫീഖും ലഭിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന് കൃത്യമായി ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ്, ഒരു പ്രത്യേക സൗഭാഗ്യം ലഭിക്കുകയും അതോടൊപ്പം തന്നെ ഹലാലായ ഉപജീവന മാർഗം അവർക്ക് ലഭിക്കുക എന്നതാണ് ഹലാലൻ ത്വയ്യിബ ഹയാത്തൻ ത്വയ്യിബ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയാണ് ഹിയൽ അമലു ബിത്വാഅത്തി വൽ ഇൻശിറാഹു ബിഹാ. അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് അമൽ ചെയ്യുവാനും ആ അമൽ കൊണ്ട് ആശ്വാസം കണ്ടെത്തുവാനുമുള്ള സൗഭാഗ്യം തൗഫീഖ് അല്ലാഹു അവർക്ക് നൽകും. നോക്കൂ സഹോദര, എത്ര മനോഹരമായ വാക്കുകളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഉപജീവനം നമുക്ക് കണ്ടെത്തണം. ആ ഉപജീവനം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്തോടുകൂടി ലഭിക്കുകയും അതോടൊപ്പം തന്നെ ഇബാദത്തുകൾ ചെയ്യുവാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു അവർക്ക് സമ്മാനിക്കുകയും ചെയ്യും. അള്ളാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് കൃത്യമായി അമലുകൾ പ്രവർത്തിക്കുവാനും നമ്മൾ നിർവഹിക്കുന്ന ആ അമലിലൂടെ, ആ സൽക്കർമ്മങ്ങളിലൂടെ
നമുക്ക് ആശ്വാസം പകരുവാനും അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകും. എന്തു ചെയ്താൽ ഒരു മുഅ്മിനായിക്കൊണ്ട്, ഒരു സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അല്ലേ സഹോദരങ്ങളെ, നമ്മുടെ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ സൽക്കർമ്മമാണ് നമസ്കാരം എന്നുള്ളത്. ആ നമസ്കാരം മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമസ്കരിച്ച നമസ്കാരങ്ങൾ കൊണ്ട് നമുക്ക് ഈ രൂപത്തിൽ നല്ലൊരു ജീവിതം, വിശിഷ്ടമായ ഒരു ജീവിതം, നല്ലൊരു ഉപജീവനം അള്ളാഹു നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ നമസ്കാരങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഒരു ആത്മവിചിന്തനം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമസ്കാരത്തെക്കുറിച്ച് നാം നടത്തേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. എന്താ കാരണം എന്നറിയോ? നമസ്കാരം എന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. നമുക്കൊരുപാട് കാര്യങ്ങൾ നേടിത്തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്നുള്ളത്. നമസ്കാരം എന്ന് പറയുന്നത് കേവലം ഒരു ഇരിക്കലും കുറെ നിൽക്കലും മാത്രമല്ല, മറിച്ച് അതിലൂടെ നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനകളിലൂടെ നമുക്കൊരുപാട് സൗഭാഗ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട, പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് കൺകുളിർമ നൽകുമെന്നുള്ളതാണ്. കൺകുളിർമ നൽകും. എന്താണ് കൺകുളിർമ? നമ്മുടെ മനസ്സിന് ആശ്വാസം നൽകുമ്പോൾ, നമുക്ക് മനസ്സിനൊരു ശാന്തത അനുഭവപ്പെടുമ്പോൾ, നമ്മുടെ മനസ്സിനൊരു സമാധാനമുണ്ടാകുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് കൺകുളിർമ. അതവൻ്റെ കണ്ണിൽ പ്രകടമാകും, അതവൻ്റെ മുഖത്ത് പ്രകടമാകും. ആ കൺകുളിർമ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ് നമ്മുടെ നമസ്കാരം എന്നുള്ളത്. സാധാരണ നമ്മൾ കൺകുളിർമ ലഭിക്കാൻ, അല്ലേ, നമ്മുടെ ഭാര്യമാരുടെ കൂടെ ജീവിക്കും, അവരുമായി സല്ലപിക്കും, നമ്മുടെ മക്കളുടെ കൂടെ ജീവിക്കും, അവരുമായി കളിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ടാകും, അവനുമായുള്ളൊരു സാമീപ്യം നമ്മൾ ഇഷ്ടപ്പെടും. എന്തിനാണ്? അവനുമായൊന്ന് സംസാരിച്ചാൽ ഒരു സമാധാനമാണ്, ഒന്ന് മൈൻഡ് ഫ്രീ ആകും. അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കിൽ പോയിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരൊത്ത് ഉല്ലാസയാത്രകൾ സംഘടിപ്പിക്കുന്നു. ഇതൊക്കെയാണ് പൊതുവെ ആളുകൾ, പ്രിയപ്പെട്ടവരെ, ഒരു കൺകുളിർമ ലഭിക്കുവാൻ, ഒന്ന് മൈൻഡ് ഫ്രീ ആക്കുവാൻ, നമ്മുടെ ഒരു ടെൻഷൻ മാറ്റുവാൻ സ്വീകരിക്കുന്നത്. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ഈ സ്വീകരിക്കുന്ന മാർഗങ്ങളൊന്നും ഒരിക്കലും ശാശ്വതമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ഭാര്യമാർ ശാശ്വതമല്ല, നമ്മുടെ കൂട്ടുകാർ ശാശ്വതമല്ല. നമുക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് സമാധാനം പകരുന്ന, നമ്മുടെ സങ്കടങ്ങൾ പോക്കിക്കളയുന്ന, നമുക്ക് കൺകുളിർമ ലഭിക്കുന്ന, ഓടിച്ചാടി നടക്കുന്ന, നമ്മളെ കണ്ടാൽ ഉപ്പ എന്ന് വിളിച്ചുകൊണ്ട് തോളിലേക്ക് കയറിയിരിക്കുന്ന നമ്മുടെ പിഞ്ചോമന മക്കൾ പോലും നമുക്ക് ശാശ്വതമല്ല, പ്രിയപ്പെട്ടവരെ. ഏത് സമയത്തും അല്ലാഹു തിരിച്ചു വിളിക്കും. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി നമുക്ക് കൺകുളിർമ ലഭിക്കുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്. റസൂലുള്ളാഹി പറയാണ്, ഹുബ്ബിബ ഇലൻ നിസാഉ വത്തീബു, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഭാര്യമാരെയും സുഗന്ധവുമാണ്. എന്നാൽ വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാത്ത്, എന്നാൽ എനിക്ക് കൺകുളിർമ ലഭിക്കുന്നത് എൻ്റെ നമസ്കാരത്തിലാണ്. ഇത് റസൂലുള്ളാഹി പറഞ്ഞതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ദുനിയാവിൽ എൻ്റെ ഭാര്യമാര്, സുഗന്ധം എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് കൃത്യമായി ശാശ്വതമായി കൺകുളിർമ ലഭിക്കുന്നത്, മനസ്സിന് സമാധാനം പകരുന്നത് എൻ്റെ നമസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി പറയാണ്. അപ്പോൾ സഹോദരങ്ങൾ, നമ്മൾ നമസ്കാരം നമുക്ക് റാഹത്ത് ലഭിക്കുമെന്നുള്ളതാണ്. ആ നമസ്കാരം നമുക്ക് റാഹത്ത് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ ആ നമസ്കാരത്തിലൂടെ സാധിക്കുന്നുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ റസൂൽ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും, സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, നമ്മുടെ നമസ്കാരം നമുക്ക് ഉറപ്പാണ്, നമുക്ക് സമാധാനം നൽകും, നമുക്ക് കൺകുളിർമ ലഭിക്കും. ഒരു ചരിത്രം സൂചിപ്പിക്കുന്ന 4-ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടി അബ്ദുള്ള, ആ അബ്ദുള്ളയുടെ ഭാര്യ, പിതാവ് മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു.
നബിയിൽ നിന്നും ദീൻ പഠിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടി അബ്ദുള്ളയുടെ ഭാര്യയുടെ പിതാവ്. അങ്ങനെ ആ ഭാര്യ പിതാവ് വൃദ്ധനായ അദ്ദേഹം രോഗബാധിതനായി കിടന്ന സമയത്ത് അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ വേണ്ടി അബ്ദുള്ള പോവുകയാണ്. അദ്ദേഹം രോഗബാധിതനായി പ്രയാസപ്പെട്ട് കിടക്കുകയാണ്. ആ സമയത്ത് ഇവരാൾ ചെല്ലുന്ന സമയത്ത് തൻ്റെ ഭൃത്യനെ വിളിച്ചുകൊണ്ട് ആ ഭാര്യാപിതാവ് ഇങ്ങനെ പറയുന്നു, എനിക്ക് വുളു ചെയ്യാൻ അല്പം വെള്ളം കൊണ്ടുവരൂ, ഞാൻ നമസ്കരിച്ചിട്ടൊന്ന് റാഹത്ത് നേടട്ടെ. നോക്കൂ സഹോദരങ്ങളെ, ഭൃത്യനോട് എനിക്ക് നമസ്കരിക്കാൻ വേണ്ടി വുളു ചെയ്യാൻ വേണ്ടി അല്പം വെള്ളം കൊണ്ടുവരൂ, ഞാൻ നമസ്കരിച്ച് റാഹത്ത് നേടട്ടെ. രോഗത്തിൻ്റെ പ്രയാസം കൊണ്ട് തളർത്തിയ ഒരാൾക്ക് നമസ്കാരം ആശ്വാസം നൽകുമോ എന്ന് സംശയം തോന്നിയ അബ്ദുള്ളയും കൂടെ ഉണ്ടായിരുന്നവരും ഈ ഭാര്യാപിതാവിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ രോഗമെന്ന് പ്രയാസപ്പെട്ട് കിടക്കുകയാണ്. പല ആളുകളും രോഗമെന്ന നമസ്കാരം ഒഴിവാക്കുക ചെയ്യുക, അവർക്ക് മടിയേക്കരം. അല്ലെങ്കിൽ അവർ ചിന്തിക്കും എനിക്ക് എണീക്കാൻ കഴിയില്ലല്ലോ, ഒതുക്കാൻ സാധിക്കൂലല്ലോ. എന്നാൽ അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്താണ് ഈ വൃദ്ധനായ ഒരു സഹോദരൻ നമസ്കരിക്കട്ടെ എനിക്ക് റാഹത്ത് നൽകുമെന്ന് പറയുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ അബ്ദുള്ള അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടിയുടെ ഭാര്യ പിതാവ് ഇങ്ങനെ പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവോട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, എഴുന്നേൽക്കൂ ബിലാൽ, ഞങ്ങൾക്ക് നമസ്കാരത്തിലൂടെ റാഹത്തിന് അവസരം നൽകൂ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നത് ഇദ്ദേഹം കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ബിലാൽ ആരാണ്? നബിയുടെ ബാങ്കിയാണ്, ബാങ്ക് വിളിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ബാങ്ക് വിളിക്കൂ ബിലാൽ, നമസ്കാരത്തിലൂടെ ഞങ്ങളുടെ ആശ്വാസം നൽകട്ടെ, ഞങ്ങൾക്ക് ആശ്വാസം പകരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ്, എത്ര മാനസികമായ സംഘർഷങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ജീവിച്ചിരുന്നത്. നമ്മുടെയൊക്കെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ നമുക്കെന്ത് പ്രയാസം ഉണ്ടാകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെറുപ്പത്തിലെ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ടു. പിന്നെ റസൂലുള്ളാഹിനെ പരിചരിക്കാനുണ്ടായിരുന്ന റസൂലുള്ളാഹിന്റെ എളാപ്പ മൂത്താപ്പയ്ക്കാണ്. അവരൊന്നും ഇസ്ലാമിൻ്റെ പാതയിലായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ കുതന്ത്രങ്ങൾ പകറ്റുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂക്കി വിളിക്കുവാനും ചീത്ത വിളിക്കുവാനും വാലറ്റവനാണ്, അബ്തറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാനാണ് അവർ സമയം കണ്ടെത്തിയിരുന്നത്. ഇത്രത്തോളം മാനസികമായ പ്രയാസങ്ങളിലൂടെ കഴിഞ്ഞുകൂടിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ബിലാലിനോട് പറയുന്നത്, ഞങ്ങൾക്ക് നമസ്കാരത്തിലൂടെ റാഹത്തിന് അവസരം നൽകൂ എന്നുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു കാര്യം ഉറപ്പാണ്, നമസ്കാരം റാഹത്ത് നൽകുമെന്നുള്ളത്. എന്താണ് റാഹത്ത്? റാഹത്താണ് ആശ്വാസം, ഉല്ലാസം, ഉന്മേഷം ലഭിക്കുക. ഇതൊക്കെ റാഹത്ത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ നമ്മുടെ നമസ്കാരത്തെ പ്രിയപ്പെട്ടവർ സൽക്കർമ്മങ്ങളെക്കുറിച്ച് ആത്മവിചിന്തനം നടത്തുമ്പോൾ നമ്മുടെ കഴിഞ്ഞ നമസ്കാരങ്ങൾ നമുക്ക് ഒരു പ്രയാസം വന്ന സമയത്ത്, ഒരു ടെൻഷൻ വന്ന സമയത്ത്, ഒരു മാനസിക സംഘർഷം വന്ന സമയത്ത് നമ്മൾ നമസ്കരിച്ചപ്പോൾ അതിൽ ഒരു ആശ്വാസം നമുക്ക് പകർന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ടതാണ്. സാധാരണ ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി ദുനിയാവിൽ പല കാര്യങ്ങളും ഇടപഴകും. പക്ഷേ അതിനേക്കാൾ സഹോദരങ്ങളെ, അതിനേക്കാൾ എത്രയോ ഫലപ്രദമായ ഒന്നാണ്, ഒരു വീണ്ടെടുപ്പാണ്, ഒരു ആനന്ദവേളയാണ് ഒരു വിശ്വാസിക്ക് നമസ്കാരമെന്നാണ് ഈ ഒരു സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി സഹോദരങ്ങളെ ആ നിലക്ക് നമ്മുടെ നമസ്കാരം നന്നാക്കിയെടുക്കുവാനും വേണ്ടി ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. രണ്ടാമതായി സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് നമസ്കാരമെന്നുള്ളത്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗത്തിൽ നമസ്കാരത്തിലേക്ക് തിരിയുമായിരുന്നു. എന്നാൽ നമ്മിൽ പല ആളുകളും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നേരെ മൊബൈൽ ഫോണിലേക്കോ സിനിമാ തിയേറ്ററുകളിലേക്കോ ക്ലബിലേക്കോ അല്ലെങ്കിൽ പുകവലിയിലേക്കോ മദ്യപാനത്തിലേക്കോ ആളുകൾ പ്രവേശിക്കുകയാണ്. ഇല്ല സഹോദരങ്ങളെ, ഒരിക്കലും അതുകൊണ്ട് അവർക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നമസ്കാരം പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ പ്രധാന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമസ്കാരത്തിലുണ്ട്. ഈ ഒരു തിരിച്ചറിവോടുകൂടി
നമ്മൾ നമസ്കരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ആശ്വാസമാകും. നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ്? പ്രത്യേകിച്ച് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ പാപങ്ങളായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടു പോയാൽ പ്രിയപ്പെട്ടവരെ, ആ മലക്കുൽ മൗത്ത് നമ്മളെ പിടികൂടുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന ഒരു പ്രശ്നം നമ്മുടെ മനസ്സിലുണ്ടാകും. നമ്മെ ഖബറിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നൊരു പ്രയാസം നമ്മുടെ മനസ്സിലുണ്ടാകും. ഈ പ്രയാസങ്ങൾക്കുള്ള പരിഹാരമാണ് നമ്മുടെ നമസ്കാരം എന്നുള്ളത്. കാരണം നമസ്കാരത്തിൻ്റെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അള്ളാഹുവിലേക്ക് നമ്മൾ പാപമോചനം തേടുന്നുണ്ട്. നമ്മൾ നിർവഹിക്കുന്ന പ്രാരംഭ പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, എന്നെയും എൻ്റെ പാപങ്ങളെയും കിഴക്കിനെയും പടിഞ്ഞാറിനെയും അകറ്റിയ പോലെ അകറ്റണമേ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ പാപങ്ങൾ എന്ന പ്രശ്നത്തിന് പരിഹാരമായി. സുജൂദിലേക്ക് പോകുന്നു, റുക്കൂയിലേക്ക് പോകുന്നു, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി, നമ്മൾ പാപമോചനം തേടുകയാണ്. ഈ രൂപത്തിൽ നമ്മുടെ റുക്കൂയിലും സുജൂദിലും നമ്മുടെ തശഹുദിലുമൊക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് പാപമോചനം തേടുകയാണ്. പിന്നെ നമ്മുടെ പ്രയാസം എന്താണ്? ഹിദായത്ത് നിലനിർത്തിക്കൊണ്ട് മരണപ്പെടുവാൻ സാധിക്കുമോ ഇല്ല എന്ന ആശങ്ക പലപ്പോഴും ഉണ്ടാകും. അതിനുള്ള പരിഹാരമാണ് നമ്മുടെ ഓരോ റക്അത്ത് നമസ്കരിക്കുന്ന ഫാത്തിഹ സൂറത്ത്. ആ സൂറത്ത് നാം ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ എന്നെ സിറാത്തുൽ മുസ്തഖീമിൽ നീ നടത്തണമേ എന്ന് നിരന്തരമായി നമ്മൾ ഫാത്തിഹയിൽ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹിദായത്ത് എന്ന ഒരു പ്രശ്നം, അതിനുള്ള പരിഹാരം, ആ പ്രശ്നത്തിനുള്ള പരിഹാരം നമസ്കാരമാവുകയാണ്. അതോടൊപ്പം പ്രിയപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക കാരുണ്യം നമ്മിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്ന ഭയം നമുക്കുണ്ടാകും. നമ്മുടെ ഉപജീവനത്തെക്കുറിച്ചുള്ള ഒരു ഭയപ്പാട് നമുക്കുണ്ടാകും. നമ്മുടെ പ്രശ്നമാണ്. നമ്മുടെ ആഫിയത്തിനെ കുറിച്ച് നമുക്കൊരു ഭയപ്പാടുണ്ടാകും. എന്തെങ്കിലും മാരകമായ രോഗങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമോ, നമ്മുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ എന്താകുമെന്നൊരു പ്രയാസം നമുക്കുണ്ടാകും. നമ്മുടെ വളർച്ചയെക്കുറിച്ചുള്ള, നമ്മുടെ ബിസിനസ്സിലാകട്ടെ നമ്മുടെ മറ്റ് സംവിധാനങ്ങളിലാകട്ടെ നമ്മുടെ ഉയർച്ചയെക്കുറിച്ചുള്ളൊരു ബേജാറും പ്രയാസവും ടെൻഷനും നമുക്കുണ്ടാകും. ഇതിനുള്ള പരിഹാരമാണ് ഇഫ്തിറാശിലെ പ്രാർത്ഥന. ആലോചിക്കി, 2 സുജൂദുകൾക്കിടയിലുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വഹ്ദിനി വആഫിനി വർസുഖ്നി വജ്ബുർനി വർഫഅനി. എന്തെല്ലാം കാര്യം സഹോദരങ്ങളെ, എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്, നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ് ആ പ്രാർത്ഥന. 2 സുജൂദുകൾക്കിടയിലുള്ള മിനിറ്റുകൾക്കുള്ളിലുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ. വർഹംനി, എന്നോട് കാരുണ്യം കാണിക്കണമേ. വഹ്ദിനി, എന്നെ ഹിദായത്തിൽ ചേർക്കണമേ. വആഫിനി, എനിക്ക് ആഫിയത്ത് നൽകണമേ. മാസങ്ങൾക്ക് മുമ്പ് ഖുതുബിനെ സൂചിപ്പിച്ചാണ് ആഫിയത്ത് എന്താണ്? നമ്മുടെ എല്ലാ രംഗത്തുമുള്ള നമുക്കുള്ള ഒരു ആരോഗ്യമാണ്, ഒരു സുരക്ഷയാണ്, നമ്മുടെ ശാരീരികമായി ലഭിക്കുന്ന സൗഭാഗ്യമാണ്, നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ലഭിക്കുന്ന സൗഭാഗ്യമാണ്, ദീനീ രംഗത്തുള്ള പരീക്ഷണത്തിലുള്ള കാവലാണ് വആഫിനി എന്ന് പറയുമ്പോൾ. അതോടൊപ്പം തന്നെ വജ്ബുർനി, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വജ്ബുർനി, നമുക്കെല്ലാവർക്കും പല ന്യൂനതകളും ഉണ്ടാകും, ഒരുപാട് പോരായ്മകളുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ സംസാരത്തിലായിരിക്കും, നമ്മുടെ ജോലിയിലായിരിക്കും. ആ നിലക്ക് മനുഷ്യർക്ക് ഉണ്ടാകുന്ന ന്യൂനതകൾ പരിഹരിക്കാനുള്ള പ്രാർത്ഥനയാണത്. വജ്ബുർനി, അല്ലാഹുവേ എന്നെ ന്യൂനതകൾ പരിഹരിക്കണമേ. നോക്കൂ സഹോദരൻ, എന്തെല്ലാം കാര്യങ്ങളാണ്. എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് നമ്മുടെ നമസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് ഈ നമസ്കാരത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞ റാഹത്ത് ലഭിക്കണം. ഇത് അറിഞ്ഞുകൊണ്ട് നമസ്കരിച്ചാൽ ലഭിക്കുള്ളൂ. 2 സുജൂദുകൾക്കിടയിൽ ഈ ഓരോ പ്രാർത്ഥനയും സഹോദരങ്ങളെ അർത്ഥമറിഞ്ഞുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കാണുന്നുണ്ട്, ഞാൻ നമസ്കരിക്കുന്നത് ഇഹ്സാനോടുകൂടിയാണ്, ഈമാനോടുകൂടിയാണ്, നമ്മൾ മുസ്ലിമായിക്കൊണ്ട് നമസ്കരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇഹ്സാനോടുകൂടി നമസ്കരിക്കുക. എന്താ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന വിശ്വാസത്തോടുകൂടി അള്ളാഹുവുമായിട്ടുള്ള അഭിമുഖ സംസാരമാണ് നമസ്കാരമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ഈ പറഞ്ഞ പ്രാർത്ഥന നിർവഹിച്ചാൽ നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും. നമുക്ക് നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ പറഞ്ഞ 6 കാര്യങ്ങൾ ആർക്കും ആവശ്യമില്ലാത്തത്?
ജീവിതത്തിൽ ഉയർച്ച ആവശ്യത ആരാളുള്ളത്? നമ്മുടെ പോരായ്മകൾ പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാളുള്ളത്? നമുക്ക് ആഫിയത്ത് ലഭിക്കണം, നമ്മുടെ ശരീരത്തിനും നമ്മുടെ ദീനിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ കുടുംബത്തിലും എല്ലാ മേഖലയിലും ഒരു ആഫിയത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാളുള്ളത്? ഈ രൂപത്തിൽ പ്രിയപ്പെട്ട നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് നമസ്കാരം എന്നുള്ളത്. അതിനേക്കാൾ വലിയ ഒരു കാര്യമാണ് നമുക്ക് സമാധാനം ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ് നമസ്കാരം. നമ്മൾ നമസ്കരിക്കുന്നവരാണോ, നമ്മൾ സത്യവിശ്വാസികളാണോ, ലോകത്ത് നമസ്കരിക്കുന്ന കോടിക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുകയാണ് നമസ്കാരത്തിലൂടെ. എവിടെ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ കൃത്യമായിട്ട് എല്ലാ നമസ്കാരത്തിലും അത് നിർവഹിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും പല ആളുകൾക്കും അതിനെക്കുറിച്ച് ഉൾക്കാഴ്ചയില്ല എന്നുള്ളതാണ്. നമസ്കാരത്തിൽ കൃത്യമായൊരു ഉള്ളറിവ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാത്തത്. ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ നമസ്കരിക്കുമ്പോൾ ഞാനും നമസ്കരിക്കുന്നുണ്ട്. ഞാൻ നമസ്കരിക്കുന്ന ഒരു മുഅ്മിനാണെങ്കിൽ സഹോദരങ്ങളെ, ആ കോടിക്കണക്കിന് ആളുകൾ നമസ്കരിക്കുന്ന പ്രാർത്ഥനയിൽ അത്തഹിയ്യാത്തിന്റെ വേളയിൽ അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അല്ലാഹുവേ ഞങ്ങളുടെ മേലും വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ എല്ലാ അടിമകളുടെ മേലും സമാധാനം നൽകണമേ എന്ന് അത്തഹിയ്യാത്തിൽ പ്രാർത്ഥിക്കാൻ. നിങ്ങൾ ഇതൊരു മുഅ്മിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. സമാധാനം ആഗ്രഹിക്കാത്ത ആരാ സഹോദരങ്ങൾ ലോകത്തുള്ളത്? ഏതൊരു ചെറിയ കുട്ടി മുതൽ പ്രായമായ ആൾ ആഗ്രഹിക്കുന്ന സമാധാനമാണ്. അപ്പോൾ നമ്മൾ നമസ്കരിക്കുന്നവരായാൽ, നമ്മൾ മുഅ്മിനാണെങ്കിൽ എല്ലാവരും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ലോകത്ത് എവിടെയൊക്കെ സത്യവിശ്വാസികളുണ്ടോ അവരൊക്കെ എൻ്റെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുകയാണ്. ഞങ്ങൾക്കും വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ എല്ലാ അടിമകളും മേലും നീ അള്ളാഹുവെ പ്രത്യേക സമാധാനം ചൊരിയണമേ എന്ന് നമസ്കാരത്തിലൂടെ പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കി, നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ അത് ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ അറിഞ്ഞുകൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ എല്ലാറ്റിനുമുള്ള പരിഹാരം നമ്മുടെ നമസ്കാരത്തിലുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ആ വൃദ്ധനായ ആ സഹോദരൻ പറഞ്ഞത്, ഓതോടുക്കാൻ വെള്ളം കൊണ്ടുവരൂ, ഞാൻ നമസ്കരിച്ചുകൊണ്ട് ആശ്വാസം പകരട്ടെ എന്ന് രോഗശയ്യയിൽ കിടക്കുന്ന ഒരാൾ പറയണമെങ്കിൽ സഹോദരങ്ങളെ, ആ നമസ്കാരത്തിൽ അവർക്ക് ആശ്വാസം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നോക്കി, നമുക്കൊരു കാര്യങ്ങൾ തീരുമാനിക്കാൻ പ്രയാസമായി, ഒരു കാര്യത്തിൽ കൺഫ്യൂഷനായി, നമുക്ക് ആകെ ടെൻഷനായി, എന്താ ചെയ്യാന്നറിയില്ല. ഈ ഒരു അവസ്ഥയിൽ പലപ്പോഴും നമ്മളൊക്കെ എത്താറുണ്ടാകും. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ സഞ്ചരിക്കുമ്പോൾ ഇതിന് നമസ്കാരം പരിഹാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നേരെ കൗൺസിലിങ്ങിന് പോലല്ല, അല്ലെങ്കിൽ മാനസികമായി സംഘർഷത്തിലായി നേരെ പോയിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കലല്ല, മറിച്ച് എന്താണ്, കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്താണ്? ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയണില്ല, ആ കൺഫ്യൂഷനായി. ഓൻ പറഞ്ഞ അങ്ങനെ ചെയ്തോന്നുള്ളത്, മറ്റയാൾ പറഞ്ഞ് ഇങ്ങനെ ചെയ്തോന്നുള്ളത്, അങ്ങനെ ആകെക്കൂടെ ഒരു പ്രയാസത്തിലായി. ഈ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഇസ്തിഖാറത്ത്, അല്ലേ, ഇസ്തിഖാറത്ത് നമസ്കാരം, അത് നന്മ തേടിക്കൊള്ള നമസ്കാരമാണത്. അവിടെ നമസ്കാരം പറഞ്ഞത് 2 റക്അത്ത് നമസ്കരിക്കുക, റബ്ബിനോട് പ്രാർത്ഥിക്കുക. അല്പം ദീർഘമായ പ്രാർത്ഥന, പക്ഷേ നമ്മൾ അത് അറിഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊക്കെ മൊബൈലിൽ പല ആപ്പുകളുമുണ്ട്, അതിലൊക്കെ ഈ പ്രാർത്ഥനകളുണ്ടാകും. എന്താണ്? സ്വലാത്തുൽ ഇസ്തിഖാറ, ദുആഉൽ ഇസ്തിഖാറ, ഇസ്തിഖാറത്തിൻ്റെ പ്രാർത്ഥന. കൺഫ്യൂഷൻ വരുമ്പോൾ ഏത് സെലക്ട് ചെയ്യും എന്ന വിഷയത്തിൽ ഒരു ആകെക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രയാസങ്ങൾ വരുമ്പം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ് ആ പ്രാർത്ഥന ആദ്യ ഭാഗങ്ങളിൽ അള്ളാഹുവിൻ്റെ ഒരുപാട് കഴിവുകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കാണ്, അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഖൈറൻ ലീ ഫീ ദീനി വ മആശി വ ആഖിബതു അംരി ഫഖ്ദുർഹു ലീ. അല്ലാഹുവേ, എൻ്റെ ഈ കാര്യം, ഞാൻ പ്രയാസത്തിലായ ഈ കാര്യം എൻ്റെ ദീനിനും, നമ്മളെന്താ ചെയ്യുക, നമുക്ക് കൺഫ്യൂഷനാവും. ആ സമയത്ത് എന്താ ചെയ്യുക, നമ്മളൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. എന്നിട്ട് റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, ഈ കാര്യം
എൻ്റെ ദീനിനും എൻ്റെ ഐഹിക ജീവിതത്തിനും എൻ്റെ പരലോകത്തിന് നന്മയാണ് എന്ന് നീ അറിയുന്നുവെങ്കിൽ ഈ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് നൽകണമേ, എന്നിൽ ഈ കാര്യം വിധിക്കണമേ, എന്നിട്ടോ അതെനിക്ക് എളുപ്പമാക്കി തരണമേ, ആ കാര്യത്തിന് എനിക്ക് നീ അനുഗ്രഹം ചൊരിയണമേ. ഇതൊരു പ്രാർത്ഥനയാണ്. എന്നിട്ട് പറയണ അടുത്ത പ്രാർത്ഥന എന്താണ്? അടുത്ത ഭാഗം വ ഇൻ കുന്ത തഅലമു അന്ന ഹാദൽ അംറ ശർറുൻ ലീ, ഇനി എനിക്കറിയില്ല എൻ്റെ ഈ തീരുമാനം എനിക്ക് ഷർറാണോ എന്നുള്ളത്. അതല്ല, എൻ്റെ ഈ കാര്യം എൻ്റെ ദുനിയാവിനും എൻ്റെ പരലോകത്തിനും എൻ്റെ ദീനിനുമൊക്കെ ഷർറാണെങ്കിൽ, ദോഷകരമാണെങ്കിൽ എന്നെ ഇതിൽ നിന്നും അകറ്റണമേ. എന്നിട്ട് എവിടെയാണോ നന്മ അവിടേക്ക് എനിക്ക് നീ വിധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ നമ്മളെടുത്ത് റബ്ബിലേക്ക് നമ്മൾ നമസ്കരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ റബ്ബിൽ തവക്കുൽ ചെയ്ത് ഉറച്ചു നിൽക്കുന്നുള്ളതാണ്. അള്ളാഹു അതിൽ ഖൈർ നമുക്ക് പ്രദാനം ചെയ്യും. അതല്ലാതെ ആകെ കൺഫ്യൂഷനായിരിക്കലല്ല. നമസ്കരിക്കുക, ഈ പ്രാർത്ഥന നിർവഹിക്കുക. അപ്പോൾ ഈ കാര്യം എൻ്റെ ദീനിനും എൻ്റെ ദുനിയാവിനും എൻ്റെ പരലോകത്തിനുമൊക്കെ നന്മയാണ് എന്ന് നീ അറിയുന്നുവെങ്കിൽ അതെനിക്ക് നീ വിധിക്കണമേ. എന്നിട്ടോ ആ കാര്യത്തിൽ എനിക്ക് നീ എളുപ്പം പ്രദാനം ചെയ്യണം. അതെന്താണെങ്കിലും, ജോലിയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണ്, പഠനം കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഏത് കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ 2 ജോലി കിട്ടി ഏത് സെലക്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ഈ സമയത്തൊക്കെ എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് സഹോദരങ്ങളെ സ്വലാത്തുൽ ഇസ്തിഹാറത്ത് എന്നുള്ളത്. ഇത് കൃത്യമായി നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സഹോദരങ്ങളെ നമ്മൾ ദിനേ നിർവഹിക്കുന്ന നമസ്കാരം അതിന് കാരണമാകുമെന്ന് കൃത്യമായി ഞാനും നിങ്ങൾ മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.